ഞാൻ ഡോക്ടർ KM ശ്രീകുമാർ, പ്രൊഫസർ ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻറ്റമോളജി കീടവിജ്ഞാന വിഭാഗത്തിൻ്റെ ഹെഡാണ്. ഞങ്ങൾ കേരള കാർഷിക സർവകലാശാലയിലെ പടന്നക്കാട് കാർഷിക കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളെയും കൂട്ടിയിട്ട് ഇവിടെ മലബാർ ഹണി സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നു. വളരെ മധുരമുള്ള ഒരു അനുഭവമായിരുന്നു. തേനിൻ്റെ പ്രോസസ്സിങ് കാണുവാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. ഒരുപാട് കൃഷിക്കാരെ സഹായിക്കുന്ന വലിയൊരു സ്ഥാപനമാണിത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് തേനീച്ച കൃഷിക്കാരുടെ വലിയൊരു ആശ്രയമാണ് ഈ സ്ഥാപനം. അതുകൂടാതെ ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ഒക്കെയുള്ള തേൻ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ കൃഷിക്കാരും കൂടെ ഈ സ്ഥാപനത്താൽ സഹായിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വന്ന് ഒരുപാട് നല്ല ഉൽപ്പന്നങ്ങൾ, തേനിൽ നിന്നുള്ള നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളും ഉപോൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ട് രാജ്യമെങ്ങും ലോകമെങ്ങും വിറ്റഴിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ അഭിമാനം കൊള്ളേണ്ടതാണ്. വടക്കേ മലബാറിലുള്ള ഇങ്ങനെയുള്ളൊരു സ്ഥാപനം രാജ്യാന്തര പ്രശസ്തിയുള്ളൊരു സ്ഥാപനമായിട്ട് വളർന്നു എന്നുള്ളതിൽ നമ്മൾ അഭിമാനം കൊള്ളുകയാണ്. വളരെ മധുരമുള്ള അനുഭവം എന്ന് ഞാൻ പറഞ്ഞത്, നല്ല പല തരത്തിലുള്ള തേൻ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റി. ചെറുതേൻ, റെഡ് ഹണി, അങ്ങനെയുള്ള ഒരുപാട് തരം തേൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അതും നല്ലൊരു അനുഭവമായിരുന്നു. എൻ്റെ വിദ്യാർത്ഥികൾക്കും അവർ ഹണി പ്രോസസ്സിങ് എന്നുള്ളൊരു മേഖലയിൽ എങ്ങനെയാണ് ആ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അവർക്ക് അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ ഇത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംരംഭത്തിലൂടെ ഒരുപാട് കർഷകരെ സഹായിക്കാൻ കഴിയുന്നുണ്ടെന്നും, കൂടാതെ ഞങ്ങളിൽ പലർക്കും പുതിയൊരു സംരംഭകരാകാനായിട്ടുള്ളൊരു അവസരം കൂടി വച്ച് നീട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഒരു പ്യൂർ ഹണി വാങ്ങണം എന്നൊരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ മലബാർ ഹണിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ വന്നതിലൂടെ ഞങ്ങൾക്ക് ഹണി എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യേണ്ടതെന്നാണ് മനസ്സിലായത്. അതുപോലെയൊക്കെ ഞങ്ങളെപ്പോലെ ഇതുപോലെ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഈ സ്ഥാപനം നൽകുന്നത്. കർഷകർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം വളർന്നു വരിക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വിലയേറിയ സമയം ചെലവാക്കിയതിന് ഷാജാന് നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ ശ്രീകുമാർ സാറിന് നന്ദി പറയുന്നു. സ്റ്റാഫിന് എല്ലാവർക്കും ELP ബാച്ചിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ശ്രീ ഷാജുവിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.